ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മീ ദ ലെൻസ്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് നാളിങ്ങനെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തിരുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് ടർക്കിയിലോട്ടാണ്. അപ്പോൾ രാത്രി 12:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫ്രം സ്റ്റാംസ്റ്റഡ് എയർപോർട്ട്. മോർണിംഗ് ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ടർക്കി എത്തി. ടർക്കിയിലെ ടൈം എന്ന് പറയുമ്പോൾ ഒരു 2 hours എഹെഡ് ഫ്രം UK ടൈമാണ്. ടർക്കിയിൽ അപാര ചൂടാണ് കേട്ടോ, മാരക ചൂടാണ്. ചെന്ന സമയം മുതലേ ഞങ്ങൾ വേർത്തൊഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ ആന ജാക്കറ്റൊക്കെ ഇട്ടാണ് പോയത്. പിന്നെ അതൊക്കെ ഊരി എറിയേണ്ടി വന്നു. ഞാൻ സിം എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞങ്ങളൊരു സിമ്മൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് ഓർത്തു. കാരണം വിശപ്പ് ഞങ്ങളുടെ കൂടപ്പിറപ്പാണല്ലോ. അങ്ങനെ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേനാണ് മെക്ഡൊണാൾഡ്സ്. അപ്പം മെക്ഡൊണാൾഡ്സിൻ്റെ മെനു നോക്കിയപ്പോൾ എല്ലാം അവരുടെ ബർഗറിൽ അവരുടെ എന്താണ് എനിക്ക് പറ്റിയത്, അവരുടെ ബ്രെഡിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെ അവരുടെ ഒരു 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 സൈസ് ബ്രെഡ് ഉണ്ടല്ലോ, അതിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ക്യാബ് വന്നു. ക്യാബിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ, സ്നേഹനിധിയായ ഞങ്ങളുടെ ഡ്രൈവർ, ഈ സാധനം ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കാര്യമില്ല, നമ്മുടെ ഈ പൊരിയുടെ ടേസ്റ്റാണ് കേട്ടോ, നാട്ടിൽ കിട്ടുന്ന പൊരിയില്ലേ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് ഒരു 1 hour ജേർണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെക്ക് ഇൻ 2:30 ആയിരുന്നു. ഞങ്ങൾ 12:30 എത്തി. പിന്നെ ബാഗൊക്കെ ഒരു സൈഡിലാക്കി വെച്ച് അവരുടെ ലോക്കറിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ട്രാൻസ്പോർട്ട് കാർഡ് എടുക്കാൻ പോയി. പിന്നൊന്നും നോക്കിയില്ല, ട്രാവൽ കാർഡ് കൈ കിട്ടിയതും ആദ്യം കണ്ട് ട്രാമിൽ ചാടിക്കയറി ഞങ്ങൾ നേരെ എങ്ങോട്ടോ പോയി. പിന്നെ പ്രത്യേകിച്ച് സ്ഥലവും കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, എവിടെ വേണോ പോകാമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയി ഇറങ്ങിയത് ഇസ്താംബുൾ മെയിൻ സ്ട്രീറ്റിലോട്ടായിരുന്നു. ആ ഒരു സിറ്റി ഏരിയയില്ലേ, അങ്ങോട്ടാണ് പോയത്. ചെന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഈ സ്വീറ്റ്സും ബക്ലാവയും. ഇവിടുത്തെ ഫേമസ് ആണല്ലോ ഈ സ്വീറ്റ്സൊക്കെ. പിന്നെ ഈ ചേട്ടൻ കുറേ അത്തറൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. ഈ അത്തറല്ല, മെയിൻലി ഇവരുടെ പെർഫ്യൂം ഓയിൽസ് ആണ്. ഭയങ്കര മണമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ എല്ലാം നിന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ചേട്ടൻ ഞങ്ങളിങ്ങനെ ക്യാൻവാസ് ചെയ്യാമായിരുന്നു, പോകുന്നതിന് മുന്നേ ഇവിടെ തന്നെ വരണം, സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ മേടിക്കണം എന്ന്. എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹാഗിയ സോഫിയയിലോട്ടാണ്. ഹാഗിയ സോഫിയയിൽ ഞങ്ങൾ ഓൾറെഡി തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ടർക്കി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹാഗിയ സോഫിയയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വരണം. കാരണം ഒരു വലിയൊരു ക്യൂ തന്നെ ഉണ്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻട്രൻസിൻ്റെ ക്യൂ അതുപോലെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ക്യൂവിൽ നിൽക്കുമ്പോഴത്തേനാണ് അവർ പറഞ്ഞത് എന്നെ ഈ വേഷത്തിലകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ മുട്ടിന് താഴെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വേണം കയറാനെന്ന്. അതുകൊണ്ട് ഈ ബോഡി കവർ മേടിച്ചിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബോഡി കവറും തലയിൽ തുണിയൊക്കെ കെട്ടിയാണ് പോകുന്നത്. എന്നെ കാണാൻ ജാദുവിനെ പോലെ ഉണ്ടായിരുന്നു, നല്ല കോമഡി ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സ്കാനിങ് കോഡും വർക്ക് ചെയ്യുന്നുണ്ടായില്ല, കണ്ടില്ല ഇടിച്ച് നിൽക്കുന്നത്. അതും എങ്ങനെയൊക്കെയോ ശരിയാക്കി ഞങ്ങളിത് അകത്ത് കയറിയപ്പോഴത്തേനാണ് എൻ്റെ മോനെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ഫോണിൽ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റും, ഇതിൻ്റെ ഒരു ബ്യൂട്ടി, വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് ഭയങ്കര ഭംഗിയാണ്. ഇത് മുകളിലത്തെ ഫ്ലോറാണ്, താഴെ നമുക്ക് പോകാൻ അലൗഡ് അല്ല. ഇതിൽ കാണുന്ന ഈ ആർട്ട് വർക്ക്സ്, ഈ മതിലിലൊക്കെ കൊത്തി വെച്ചേക്കുന്ന ആർട്ട് വർക്ക്സൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാദ്യം ഒരു പള്ളിയായിരുന്നു, അവിടുന്ന് പിന്നെ ഇതൊരു മോസ്കായി, പിന്നെ അതൊരു മ്യൂസിയമായി. 2020 വീണ്ടും ഇതൊരു ചേർച്ചാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ 1000 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഒരു ചേർച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴും ജീസസിൻ്റെയും മേരിയുടെയൊക്കെ ഫോട്ടോസ് അവിടെ അവിടെയൊക്കെ കാണാം. ഇത് മോസ്കായിട്ടും അവരതൊന്നും മാറ്റിയിട്ടുണ്ടായില്ല. എന്ത് അന്തസ്സുള്ളവരല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുമ്പോഴത്തേനുമാണ് ഇങ്ങനെ ചോളവും, ഇത് ചെസ്നട്ടാണ് കേട്ടോ. ചോളം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ ഇട്ട് തരുന്ന സാധനമൊന്നുമല്ല, ഇങ്ങനെ കരിച്ച് തരുന്നൊരു സാധനം. ഇങ്ങനെ കരിഞ്ഞ ടേസ്റ്റാണ്, ഒരു ഒരു ടേസ്റ്റും ഇല്ല. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല, കരിഞ്ഞ ടേസ്റ്റ് മാത്രം. പിന്നെ ഈ ചെസ്നട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് പുഴുങ്ങി തരുന്നൊരു ടേസ്റ്റ്, അതും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അങ്ങനെ റൂമിൽ വന്നൊന്ന് ഫ്രഷ് അപ്പ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. ക്യാബ് ഓൾറെഡി താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിനുവിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്, കാരണം തലേ ദിവസത്തെ ഉറക്കം അത്ര സെറ്റായിട്ടുണ്ടായില്ല. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇസ്താംബുളിൽ ഫേമസ് ആയിട്ടുള്ള ഗലാട്ട റൂഫ് ടോപ്പ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് 2 ഔട്ട്ഫിറ്റ്സ് ആണ് ഈ ഫോട്ടോഷൂട്ടിലുള്ളത്. അത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഹെയറും മേക്കപ്പും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഗലാട്ട ടവറിന് അടുത്തായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഗലാട്ട റൂഫ് ടോപ്പ് ഫോട്ടോഷൂട്ട് എന്നറിയപ്പെടുന്നത്. ഗലാട്ട ടവർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പോയിന്റ് ആണ്. അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഇസ്താംബുൾ സിറ്റിയുടെ ഒരു പനോറമിക് വ്യൂ തന്നെ കിട്ടും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇവർക്ക് ഡിഫറെൻറ്റ് പാക്കേജസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞങ്ങളാണെങ്കിൽ രാവിലെ എയർപോർട്ടിൽ നിന്ന് കഴിച്ചതല്ലാതെ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സ്ട്രീറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ മസിൽസിനകത്ത് ഇവർ റൈസും ഇങ്ങനെ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങളത് വീണ്ടും വീണ്ടും അവിടെ പോയി 2-3 തവണ കഴിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിന്നറിന് പോവുകയാണ്. ഞങ്ങൾക്ക്
ക്രൂസിൽ ഡിന്നറിൽ ഇന്ന് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഡിന്നറിന് ക്രൂസിൽ പോവുകയാണ്. ക്രൂസ് ഡിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വലിയ കപ്പലൊന്നും പ്രതീക്ഷിക്കരുത്. ഇതൊരു ചെറിയൊരു മിനി സെറ്റപ്പ് തട്ടിക്കൂട്ട് സാധനം. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ ക്രൂസ് ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ട് ഇങ്ങനെ അടുത്തടുത്ത ഓരോ ക്രൂസാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 വട്ടം മാറിപ്പോയി ഞങ്ങളുടെ ക്രൂസ് ഏതാണെന്ന്. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ക്രൂസ്. ഞങ്ങൾ ക്രൂസിൽ ചെന്നപ്പോഴത്തേനും തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സൊക്കെ അവർ ഓൾറെഡി സെർവ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി എടുത്ത് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. ഞങ്ങൾ ഇതും ഓൺലൈൻ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങളെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്നിട്ടൊന്നും ബുക്ക് ചെയ്യാൻ നിന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം ഞങ്ങൾ ഗ്യാപ്പ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ മെയിൻ കോഴ്സ് വന്നു. ലിനു ഫിഷും ഞാൻ ചിക്കനുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ലിനുവിൻ്റെ അവർ മ്ലേച്ഛഭാവം കണ്ടാലേ അറിയാം ലിനുവിന് ഫുഡ് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന്. നമുക്ക് ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇങ്ങനെ ഓരോ പെർഫോമൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് താഴെയും മേളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ താഴത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് അവർ മേളിൽ വരുന്നത്. അവരുടെ ട്രഡീഷണൽ ഡാൻസസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ കാത്തിരുന്ന അതും എത്തി. ബെല്ലി ഡാൻസ്. ചേച്ചിയുടെ ബെല്ലി ഡാൻസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബെല്ലി ഡാൻസ് ഇങ്ങനെ ലൈവ് പെർഫോമൻസ് കാണുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10-12 മണിയായി. അപ്പോൾ ദേ റോട്ടിലിങ്ങനെ ഒരു ആൾക്കൂട്ടം. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ദേ ഒരു കുഞ്ഞ് കലാകാരനിരുന്ന് ഇതെന്താണ് സാധനം എന്നറിയത്തില്ല, എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് ചെന്നപ്പോൾ ലിനുവിനൊരാഗ്രഹം ഡ്രോൺ പറപ്പിക്കണം എന്ന്. ഡ്രോൺ പറപ്പിക്കാൻ വന്നപ്പോൾ ലൈറ്റ് ഇല്ലാത്തത് കാരണം ഡ്രോണിൽ വിഷ്വൽസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലും കേക്കോ എന്തെങ്കിലും സ്വീറ്റ് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളിങ്ങനെ കാത്തിരുന്ന റീൽസിലൊക്കെ കണ്ട് നമ്മുടെ ഒരു സെയിൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ചു ഞങ്ങൾ. പിന്നെ ഇത് മറ്റേ ദുബായ് ചോക്ലേറ്റിൻ്റെ ആ ഒരു കേക്കാണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി കിടന്നുറങ്ങി. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി എന്ന് വെച്ചാൽ ഒരു 1-1:30 മണിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് കഴിക്കാമല്ലോ, എന്തെങ്കിലും കനത്തിൽ കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലോട്ടാണ്. ലിനുവിൻ്റെ ഫ്രണ്ട് ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് പോയിട്ടുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ്റെ നിന്ന് കുറേ റെഫറൻസ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ പുള്ളി ഇത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, അപാര വ്യൂ ആയിരുന്നു. നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ കടലിൽ ഇങ്ങനെ കപ്പലും ബോട്ടും ഒക്കെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നത് കാണാമായിരുന്നു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പോട്രി കബാബോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഈ പോട്ട് ഇങ്ങനെ തട്ടി പൊട്ടിച്ചാണ് അതിനകത്തുനിന്ന് സാധനം എടുക്കുന്നത്. ഇങ്ങനെ മൂടി തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പുള്ളി ഇത് മൊത്തം പൊട്ടിച്ച് അതിനകത്തുനിന്നാണ് സാധനം എടുക്കുന്നത് കേട്ടോ. ബീഫിൻ്റെ ഒരു ഡിഷാണ് കേട്ടോ ഇത്. ബീഫ് കാസറോൾ പോലത്തെയൊക്കെ, എന്തായാലും ബീഫ് കറി പോലത്തെ ഒരു സാധനമല്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. വിശപ്പിൻ്റെ വിളി കാരണമാണോ എന്ന് അറിയത്തില്ല. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. 2 പേർക്ക് ഇത് കുറച്ച് ഓവറായിരുന്നു. എന്തായാലും ഞങ്ങൾ പറ്റുന്നിടത്തോളം ഇത് ഫിനിഷ് ചെയ്തു. ഫുഡ് കഴിച്ചത് ദഹിക്കട്ടെ എന്നും പറഞ്ഞ് ലിനു എന്നെക്കൊണ്ട് ഈ പൊരി വെയിലത്ത് ഒരു 10-15 മിനിറ്റ് നടത്തിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അടുത്ത സ്പോട്ട് ബ്ലൂ മോസ്ക് ആണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അകത്ത് കയറാനായിട്ട്. എല്ലാവരും ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി, ഈ ആൾക്കാർ നമ്മളിങ്ങനെ ഇടിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഷൂസ് ഒരു കയ്യിലെടുത്തിട്ട് വേണം കയറാനായിട്ട്. ഷൂസ് ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് കയറുമ്പോഴും നമ്മളിങ്ങനെ തല കവർ ചെയ്യണം, ഇങ്ങനെ ഹെയർ കാണരുത് എന്നുള്ളത് ഭയങ്കര മസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു സ്റ്റോൾ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും എന്ത് ഭംഗിയാണെന്നറിയാമോ, ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്കറിയത്തില്ല, ഇത് നമ്മളിങ്ങനെ കണ്ട് നിന്ന് പോകുന്നൊരു ഭംഗിയാണ്. പിന്നെ ഈ റെഡ് കാർപ്പറ്റ് വിരിച്ച് ഇതിനകത്തോട്ട് ഗേൾസ് അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ലിനു കയറി കണ്ടായിരുന്നു. ലിനു കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വന്നു. ഈ ലൈറ്റ്സൊക്കെ കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. അവിടെ ഒരാൾ നിന്നിട്ട് ഇതിന് അടർന്നു പോകുന്ന ഈ ഒരു പാർട്സൊക്കെ ഇല്ല, അതൊക്കെ കൊത്തി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൈകൊണ്ട് തന്നെ കൊത്തി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ലിനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഐസ്ക്രീം ചേട്ടൻ്റെ കൂടെ കളിക്കണം എന്നുള്ളത്. അതെന്തായാലും ലിനുവിന് നടന്നു കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ബസാറിലോട്ടാണ്. ടർക്കിയിൽ വൺ ഓഫ് ദ ഫേമസ്, ടർക്കിയിൽ തന്നെ അല്ല, വേൾഡ്സ് ചീപ്പസ്റ്റ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു ബസാറാണിത്, ഗ്രാൻഡ് ബസാർ. അല്ലെങ്കിൽ ഇതിനെ ഫേക്ക് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിൻ്റെയും ചാത്തൻ സാധനം നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈവൻ ഗോൾഡ് പോലും ഇവിടെ അവൈലബിൾ ആണ്. ഗോൾഡിൻ്റെ ചാത്തൻ എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് എനിക്കറിയാത്തത്. പക്ഷേ ഗോൾഡ് പോലും ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ ഞാനെന്തായാലും ഒന്ന് അർമാദിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ തിരിച്ചേക്കുന്നത്. ജ്വല്ലറീസിനൊരു സെക്ഷൻ, ലെതറിനൊരു സെക്ഷൻ, ബാഗ്സിനൊരു സെക്ഷൻ, ജാക്കറ്റ്സിനൊരു സെക്ഷൻ. ജാക്കറ്റൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇനി എൻ്റെ വാർഡ്രോബിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കാതിരുന്നത്. പിന്നെ ഇത് ടർക്കിഷ് ടീ ഒക്കെ അവരുണ്ടാക്കുന്ന ആ ഒരു പോട്ടില്ലേ, അതാണ് കേട്ടോ. ആഗ്രഹം മൂത്ത് ഞാൻ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ലൈറ്റ്സ്, അതിവിടെ ഭയങ്കര, എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കുറേ ലൈറ്റ്സ് കാണാം. അങ്ങനെ ലൈറ്റ്സ് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനെനിക്ക് പറ്റിയില്ല. അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ നടന്ന് തളർന്നപ്പോൾ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിച്ചു. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കൊണ്ട് ബസാർ തീർന്നില്ല, ഇനി ഇങ്ങോട്ട് ഇത്രയും കിടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ കടകളിലൊക്കെ കയറി ഇറങ്ങി കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ ഇവിടെ ഈ ബസാർ മാത്രമല്ല, ഇനി വേറൊരു ബസാറും കൂടെ ഉണ്ട്, സ്പൈസ് ബസാർ. ഇത് സിമിട്ടാണ് കേട്ടോ, ഇവിടുത്തെ ഒരു ഫേമസ് ബ്രെഡാണ്. എനിക്ക് ബ്രെഡ്സ് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ബ്രെഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് സ്പൈസ് ബസാർ. ഇവിടെ സ്പൈസും നട്ട്സും ചോക്ലേറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇസ്താംബുളിൽ വന്നിട്ട് ഷോപ്പിംഗ് ആണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ നേരെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ നിങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വരരുത്. ബ്രാൻഡഡ് സാധനങ്ങളിലെല്ലാം ഫസ്റ്റ് കോപ്പീസ് ആണ് ഈ ബസാസിലൊക്കെ കിട്ടുന്നത്. പക്ഷേ ഞാനെന്ന് പറയുന്നത് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളല്ല, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഞാൻ എടുക്കും. അതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമായി. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. ഡ്രസ്സാണേലും ബാഗ്സും ജാക്കറ്റ്സും ജ്വല്ലറീസ് ആണെങ്കിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ക്വാളിറ്റി വൈസും കുഴപ്പമില്ല, പക്ഷേ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ തന്നെ ആയിരിക്കില്ല, അതിൻ്റെയൊക്കെ ഫസ്റ്റ് കോപ്പി സാധനങ്ങളാണ്. പിന്നെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വേണം ഇവരുടെ നിന്ന് സാധനം മേടിക്കാനുമായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി. റൂമിൽ പോയി ഞങ്ങളൊന്ന് ഫ്രഷായി വീണ്ടും ഞങ്ങൾ തെണ്ടാനിറങ്ങി. ഇസ്താംബുളിൽ ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുറച്ച് സുവനീഴ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും പിന്നെ ടർക്കിഷ് സ്വീറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഇതാണ് ടസ്കിൻ ടണൽ. ഇതിവിടുത്തെ ടസ്കിൻ സ്ക്വയർ എന്ന് പറയുന്ന ഹൈ സ്ട്രീറ്റിൽ കൂടെ ഷട്ടിൽ സർവീസ് അടിക്കുന്ന ഒരു ട്രാമാണ്. ഇതിവിടുത്തെ ഒരു പഴയൊരു കൾച്ചറിനെ അവർ കീപ്പ് ചെയ്യുന്നത് പോലത്തെ ഒരു ട്രാമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ സ്ട്രീറ്റിൽ കൂടെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിറച്ച ആൾക്കാരും നല്ല കടകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിൽ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ഹാഫിസ് മുസ്തഫയിൽ കയറാനായിട്ടാണ്. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദി എന്നല്ല, ഇതാണ് ഇവിടുത്തെ ഫേമസ് സ്വീറ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. ടർക്കിയിൽ വരുന്നവരെല്ലാവരും സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേരും ഒരു ഹൈ സ്ട്രീറ്റ് സെറ്റപ്പാണ്. ഇവിടെ കിട്ടാത്ത ബ്രാൻഡ്സ് ഇല്ല. ഇവിടെ എല്ലാം ഒറിജിനലാണ് കേട്ടോ, ഇത് ഫേക്ക് മാർക്കറ്റൊന്നും അല്ല. ഇവിടെ എല്ലാ ബ്രാൻഡ്സും കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡോണർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ടർക്കിയിൽ വന്നിട്ട് ഇതുവരെയും ഡോണർ ട്രൈ ചെയ്തില്ല. അപ്പം ഞങ്ങളൊരു ചിക്കൻ ഡോണർ മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ ഡോണർ മേടിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ബീഫ് ഡോണർ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ബീഫ് ഡോണറും കൂടി ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് പക്ഷേ ചിക്കൻ ഡോണറാണ് കേട്ടോ ഇഷ്ടമായത്. എനിക്ക് അത്ര ബീഫ് ഡോണേഴ്സ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ചിക്കൻ ഡോണറാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടമായത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതേ വീണ്ടും നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും വേറൊരു കടയിൽ വേറെ കുറേ സാധനങ്ങൾ, പക്ഷേ അവിടെ നിന്ന് ഞങ്ങളൊന്നും കഴിക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ഹാഫിസ് മുസ്തഫയിൽ കയറിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. പേരൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. കണ്ടപ്പോൾ കൊള്ളാം, ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്തു. അങ്ങനെ സാധനങ്ങൾ വന്നപ്പോഴത്തേനാണ് ഇതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തതാണോ എന്ന് ഞങ്ങൾ ചിന്തിച്ച് പോയത്. പക്ഷേ ഈ കാണുന്ന സാധനം ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് കാഷ്യൂ ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ പാഴ്സൽ എടുത്ത് ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്തതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനുമാണ് രണ്ട് സൈഡിൽ നിന്നും കടകൾ എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ, ഗേൾസിന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു UK നിന്ന് ഞങ്ങൾ പോയതുകൊണ്ടായിരിക്കാം പൗണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ റേറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്നൊരു ഫാമിലിനെ ഞങ്ങൾ കണ്ടു. അവർ പറഞ്ഞത് നല്ല റേറ്റ് ആയി എന്നാണ് അവർക്ക്. എനിക്കൊന്നു ഇന്ത്യൻ കറൻസി മാറ്റിയെടുക്കുമ്പോൾ റേറ്റ് പോലെ തോന്നും. പൗണ്ട് മാറ്റിയപ്പോൾ എനിക്ക് വലിയ പ്രൈസായിട്ട് തോന്നിയില്ല. ഡ്രസ്സൊക്കെ ആണെങ്കിലും നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ അധികം മേടിച്ചു. ലിനുവിന് പക്ഷേ പാവം ഒന്നും കിട്ടിയില്ല. ലിനുവിന് എവിടെ ചെന്നാലും കിട്ടത്തില്ല. ലിനു ഇങ്ങനെ ഭയങ്കര സെലക്റ്റീവാണ്. സെലക്ട് ചെയ്ത് ഇങ്ങനെ സമയം പോവും. അത് കഴിഞ്ഞപ്പോഴത്തേനും ലിനുവിന് ഒരു യോഗേർട്ട്, ഇത് ഐസ്ക്രീം അല്ല യോഗേർട്ടാണ് കേട്ടോ. അതിൽ നമുക്കിങ്ങനെ ടോപ്പിങ്സ് നമുക്കിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് അവസാനം ഒരു മല തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. ഇതെല്ലാം കൂടെ കഴിച്ച് എൻ്റെ വയറ് പൊട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അതൊക്കെ കൂടെ മേടിച്ച് ഞങ്ങൾ പോകുമ്പോഴത്തേനും ഇവിടെ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെക്കുന്ന ഒരു സ്ഥലം
കണ്ടു. അവിടെ നിന്ന് ഞങ്ങളൊന്നും മേടിച്ചില്ല. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ പൈസ കയ്യിൽ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് റോൾ ലീനു കഴിക്കണമെന്ന് ഇന്നലെ വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ ഈ കട അടച്ചുപോയി. ഇന്നും അവർ ക്ലോസ് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ കൈയും കാലും പിടിച്ച് ഒരെണ്ണം അവർ ചെയ്തു തന്നതാണ് കേട്ടോ. അവരുടെ കയ്യിൽ ബാക്കി സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അവർ കട ക്ലോസ് ചെയ്തു. പക്ഷേ അവരെന്തോ അവർക്ക് നല്ല മനസ്സ് തോന്നി അവർ ചെയ്തു തന്നു. ലിനു പറയുന്നത് നാട്ടിലെ അയിലയുടെ ടേസ്റ്റ് എന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. വരുവാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്. തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെ. കാരണം ഞങ്ങൾക്ക് 20 കിലോയെ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം കൂടിയിട്ട് നല്ല വെയിറ്റായി. അപ്പം ഞങ്ങൾക്ക് നാളെ രാവിലെ പിറ്റേ ദിവസം രാവിലെ 4:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. കപ്പഡോഷ്യയിലോട്ടാണ് ഞങ്ങൾ അടുത്തത് പോകുന്നത്. കപ്പഡോക്യ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് കപ്പഡോഷ്യ എന്നാണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു കുഴപ്പം എന്ന് പറയുന്നത് ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അത്ര പിടിയില്ല. ഇവിടെ മാൻഡേറ്ററി അല്ല ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ കുറച്ച് ആൾക്കാരാണ്. പിന്നെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എല്ലായിടവും ഇവരുടെ ലാംഗ്വേജിലാണ് കേട്ടോ എഴുതിയേക്കുന്നത്. അപ്പോൾ ലേറ്റായി വന്ന് എഴുതിയിട്ട് പോകണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ നേരത്തെ വന്നതും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കപ്പഡോഷ്യയിലോട്ടാണ്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കപ്പഡോഷ്യയിലെ വിശേഷങ്ങൾ കാണാം. ബൈ ബൈ, സീ യു.